Oh my god. എടാ താഴെ ഇറങ്ങടാ. എടയാണോ എടിയാണോ? ഹലോ ഗൈസ്, വീട്ടിൽ വളർത്താൻ ഒരു കുഞ്ഞു പപ്പിക്കുട്ടിയെ കൂടി വാങ്ങിയാലോ എന്ന് എൻ്റെ അഭ്യർത്ഥന മാനിച്ച് എനിക്ക് വളർത്താൻ എൻ്റെ അക്കോസേട്ടൻ കൊണ്ടെത്തുന്ന 2 കോഴിക്കുട്ടികളാണിത്. ഇതിലിപ്പോൾ അക്കോസേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം വീട്ടിൽ ഓൾറെഡി ഒരു ലാബും ഒരു സ്പിറ്റ്സും ഉണ്ട്. ഇനി ഒരു പട്ടിക്കുട്ടിയെ കൂടി കൊണ്ടുവന്നാൽ മുട്ടടിച്ച് പൊട്ടുകയാണ് വീട്ടിൽ പോരാളിയുടെ ഭീഷണി ഉള്ളതിനാൽ കോഴിക്കുട്ടിയെങ്കിൽ കോഴിക്കുട്ടി. ഇവരെ കൊണ്ടുവന്ന ദിവസം ഞാനും മുണ്ണിക്കുട്ടനും ഇവർക്ക് പല പല പേരുകളിട്ടെങ്കിലും ഇവരുടെ സ്വഭാവത്തിന് യോജിച്ച പേര് ഷൊണ്ണ മുണ്ണ എന്നായതിനാൽ അത് ഒഫീഷ്യൽ നെയിമായി എന്ന് പ്രഖ്യാപിച്ചു. ഈ ഇരിപ്പ് കാണുമ്പോൾ കോഴിക്കുഞ്ഞാണെന്ന് ഒരു വിചാരവും രണ്ടിനുമില്ല. ഇവരെ തന്നെ ലവ് ബേർഡ്സ് എന്നാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. മോന്റെ പേരെന്താ? കുഞ്ഞൻ. കുഞ്ഞെന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്നേ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. ഇവർ ഫുൾ ടൈം കൂട്ടിലൊന്നുമല്ല കേട്ടോ. ഇടക്ക് മുറ്റത്ത് ഫുൾ പ്രൊട്ടക്ഷനോട് കൂടിയും പിന്നീട് അകത്ത് സർവ്വ സ്വാതന്ത്ര്യത്തിനോട് കളിക്കാറുണ്ട്. കൊണ്ടുവന്നത് എനിക്ക് വളർത്താനാണെങ്കിലും ഇപ്പോൾ ഇവരുടെ അമ്മ ഉണ്ണിക്കുട്ടനാണ്. കാരണം വേറെ ഒന്നുമല്ല, മടിയിൽ വെച്ച് കുഞ്ചിച്ചും പാട്ടുപാടിയും ഇവരെ ഇപ്പോൾ നോക്കുന്നത് അവനാണ്. ആകെയുള്ള സംശയം ഇവർ എടാ ആണോ എടിയാണോ എന്നാ. ഇനി അത് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവർ കുറച്ചുകൂടി വളർന്ന് മുട്ടയിടാൻ തുടങ്ങിയ എടിയെന്ന് വിളിക്കുക, അല്ലെങ്കിൽ എടാന്ന് വിളിക്കാം. രണ്ടായാലും നമുക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ദ ബൈ.